ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ കാണുന്ന കണ്ടോ, ഇത് മൊത്തത്തിലൊന്നും നിങ്ങൾ നോക്കിക്കേ. ഒരു വീടിൻ്റെ മുകളിലോട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഇതാണ്. ഇത് മൊത്തം ലീക്കായി, അതിൽ വളരെയധികം നല്ലപോലെ ലീക്കായി കമ്പി തുരുമ്പെടുത്ത് നമുക്ക് കാണുന്ന ആ കറുപ്പ് കളറാണ് നമ്മൾ ഈ നോക്കുമ്പോൾ കാണുന്നത്. ഇത് ഞങ്ങളൊരു ജനുവരി മാസത്തിലാണ് ഞങ്ങൾ ഈ വീട് ലീസിനെടുക്കുന്നത്. അതിന് ശേഷം അപ്പോൾ നല്ല ഉണക്ക സമയമായതുകൊണ്ട് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുശേഷം മഴക്കാലം വന്നു. മഴക്കാലം നല്ല ശക്തിയായ മഴ പെയ്ത് തുടങ്ങിയ സമയത്ത് ഈ കാണുന്ന ഹോളിലൂടെ എല്ലാം ലീക്ക് വെള്ളം പണ്ട് ഓലപ്പുര ചോരുമെന്നേ പറയുന്നുള്ളൂ. പക്ഷേ ഒരു വാർക്ക വീട് ഇതുപോലെ ചോരുന്നത് കണ്ടു കാണത്തില്ല. അതുപോലെ വെള്ളം ഈ മുറിയിൽ മാത്രമല്ല, കിച്ചണിൽ എല്ലാം ഇങ്ങനെ വെള്ളം വീഴുമായിരുന്നു. അങ്ങനെ തുണിയിടുക, വെള്ളത്തിനെ പിഴിഞ്ഞ് കളയുക, അങ്ങനെ ആ ഒരു മഴക്കാലം തീരുന്നവരെ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് വേനൽ വന്നു. ഇപ്പം നമ്മൾ ഡ്രസ്സൊന്നും അടിക്കാത്ത ടെറസായതുകൊണ്ട് നമ്മളവിടെ ഒന്നിനും പോകുന്നില്ല. അവിടെ തുണിയിടാനോ ഇതിനൊന്നും പോകേണ്ട കാര്യമില്ല, കാരണം ഡ്രസ്സ് ഓൾറെഡി ഇല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുള്ള വീടാണിത്. നമ്മൾ വീടിൻ്റെ പുറകിലൊക്കെ അഴകെട്ടി ഇടുന്നത്, മുകളിലോട്ട് അങ്ങനെ പോകുന്നത് അങ്ങനെ പോകാറേ ഇല്ല. അങ്ങനെ വേനൽ വന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ കമ്പ്യൂട്ടറൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു. മോള് വീട്ടിൽ വർക്ക് ഫ്രം ഹോമിന് വരുന്ന സമയമാണ്. അപ്പോൾ എന്ത് ചെയ്തു, വേനലായപ്പം മുകളിൽ പോയിട്ട് നമ്മൾ ചോരാതിരിക്കാനുള്ള ആ ഒരു ഇത് മൊത്തത്തിലൊന്ന് അത്രയും ഭാഗം നമ്മളൊന്ന് മേടിച്ച് അടിച്ച് എടുത്തായിരുന്നു, കാരണം ഇനി ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും മഴക്കാലം വന്നു. മഴക്കാലം വന്ന സമയത്ത് ഞാൻ 2 ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്തെങ്കിലും അത് കിളുത്ത് വന്നോ എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ ഇപ്പോൾ അത് മഴ സമയമായി. അപ്പം വേനലിലാണ് അത് വെച്ചത്. അപ്പോൾ 2 മാസമൊക്കെ എടുക്കും ഇതിന് മുള വരാനെന്ന് പറയുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ പോയിട്ടൊന്ന് വെള്ളമൊക്കെ തെളിച്ച് വരുമായിരുന്നു. അങ്ങനെ 2-3 ദിവസം മഴ പെയ്തതിന് ശേഷം ഒരു ദിവസം ഞാനത് എന്തായെന്ന് അറിയാൻ വേണ്ടി മുകളിലോട്ട് കയറിയപ്പോൾ ആ ഒരു ഭാഗം മുഴുവന് കാല് വെക്കുന്നത് ഒരു ഇഞ്ച് കനത്തിൽ വെള്ളം കിടക്കുകയാണ് ടെറസിൻ്റെ മുകളിൽ. വെള്ളം ഒലിച്ചു പോകുന്നില്ല, ഒലിച്ചു പോകാനുള്ള യാതൊരു ഇതുകളും കാണാനില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പുറം വഴിയൊക്കെ നോക്കിയപ്പോൾ പൈപ്പൊക്കെ കിടപ്പുണ്ട്, വെള്ളം പോകുന്നില്ല. ഇപ്പം ഞാൻ അന്ന് വന്നപ്പോൾ ഞാൻ ഇവിടെ കുത്തി ആ ഒരു പൈപ്പിൻ്റെ ഭാഗം ഞാൻ കുത്തി ക്ലീൻ ചെയ്തതാണ്. അന്ന് പുറത്ത് പോകുന്നതുകൊണ്ട് അന്ന് ചെയ്യാനുള്ള ഇത് കിട്ടിയില്ല, ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. ഞാനത് ആ ഭാഗം മുഴുവൻ കുത്തിക്കളഞ്ഞപ്പോൾ ഈ വെള്ളം പതുക്കെ അതിനകത്തൂടെ പോകാൻ തുടങ്ങി. നമ്മൾ ടെറസിൽ ഡ്രസ്സൊന്നും അടിക്കാത്ത ടെറസ് നമ്മൾ ആരും ശ്രദ്ധിക്കില്ല. നമ്മൾ പോകുന്നത് വേനൽ സമയത്താണ്. വേനൽ സമയത്ത് പോകുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല, കാരണം അവിടെ നോക്കുമ്പോൾ മൊത്തം നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കുന്നത് കാണാം നമ്മൾ. പക്ഷേ നമ്മളിത് ഇതിനെ കണ്ടോ, മഴക്കാലത്ത് ഉണ്ടാവുന്നതാണ് ഈ പൂപ്പൽ. ടെറസ് നിറച്ച് ഈ പൂപ്പൽ വരും. അതിനുശേഷം നമ്മൾ നല്ല വെയിൽ വരും. വെയിൽ വന്നു കഴിയുമ്പോൾ ഇത് കുറേ ഭാഗമെല്ലാം കരിയും ദ്രവിക്കും, ഇതെല്ലാം പൊടിയായിട്ടിരിക്കും. മഴ വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഏത് ഭാഗത്തോട്ടാണോ ചായ വരുന്നത് ആ ചായയിലോട്ട് ഇതെല്ലാം വെള്ളത്തിനോട് കൂടി ഇതിങ്ങനെ പോവും. അത് ഈ പൈപ്പ് നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഭാഗത്തോട്ടാണ് എല്ലാം, കാരണം വെള്ളം അതിലൂടെയല്ലേ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതെല്ലാം പൈപ്പുകളെല്ലാം ഇതുപോലെ അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾ മുകളിലോട്ട് വന്ന് നോക്കുമ്പോൾ നമുക്കിതൊന്നും മനസ്സിലാവില്ല, സൈഡ് വഴി നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം അടഞ്ഞ് വെള്ളം, നമ്മൾ സിമെൻറ്റ് ടാങ്കിനകത്ത് നമ്മൾ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തുന്ന അതുപോലെ നമ്മുടെ ടെറസ് വെള്ളത്തിൽ നിൽക്കുകയും ആ വെള്ളം പുറത്ത് പോകാൻ പറ്റാതെ ആകുമ്പോൾ അത് എവിടെയൊക്കെയാണോ പോകാൻ പറ്റുന്നത്, കൂടുതലും ഭിത്തികളുടെ സൈഡ് വഴിയൊക്കെയാണ് നമ്മളിത് കൂടുതൽ കാണുന്നത്. നമ്മുടെ വീടിന് ഇത് മൊത്തം നമ്മുടെ ടെറസ് ഇതിങ്ങനെ വലിച്ച് ഇങ്ങനെ എടുക്കും. കുറേ കഴിയുമ്പോൾ ആ വെള്ളം നമ്മുടെ വീട്ടിലോട്ട് വീഴാൻ തുടങ്ങും. കമ്പികളെല്ലാം ദ്രവിച്ച് പോകും. പിന്നീട് നമ്മൾ ഒരു പ്രാവശ്യം ഡ്രസ്സ് അടിച്ചാലും ഈ സംഭവിച്ച ഈ ഒരു വീഴ്ച നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറേ സൊല്യൂഷനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മളുടെ വാർക്ക ഓൾറെഡി പോയി കഴിഞ്ഞു. കമ്പി ദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെ വാർക്കയ്ക്ക് ഒരു ഇതും ഇല്ല. പിന്നെ നമ്മുടെ വീടും നമുക്ക് പോയി കിട്ടും. എത്ര ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ പണിത വീടാണ്. നമ്മൾ ചെറിയൊരു വർഷത്തിൽ മഴക്കാലം കഴിയുമ്പോൾ നമ്മൾ മൊത്തം ഒന്ന് ഈ പൂപ്പലിനെയൊക്കെ ചെത്തിക്കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമ്മൾ ഇടുവാണെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യാവുന്ന ഒരു ക്ലീനിങ് ആണ്. നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പുല്ല് ചെത്താൻ ഇതിനൊക്കെ ആളെ വിളിക്കുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ ഒരാളെ നിർത്തിയിട്ടാണെങ്കിലും അത് ക്ലീൻ ചെയ്തിടുവാണെങ്കിൽ നമ്മുടെ ടെറസ്
നല്ല ക്ലീനായി കിടക്കും. വെള്ളങ്ങളൊന്നും കെട്ടിക്കിടക്കാതെ പെയ്യുന്ന വെള്ളം മുഴുവൻ പുറത്തോട്ട് പോകും. ഇടയ്ക്ക് ചെന്ന് നമ്മളൊന്ന് പൈപ്പിൻ്റെ ഭാഗങ്ങളെല്ലാം പോകുന്നുണ്ടോ എന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. കാരണം ഇതിൻ്റെ പൂപ്പലിൻ്റെ ഇത് നമ്മൾക്ക് സൈഡ് വഴി ഇങ്ങനെ അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈപ്പിൻ്റെ ഇതൊന്നും കാണാൻ പറ്റില്ല. വേനലാകുമ്പോൾ നമുക്കത് ഒട്ടും മനസ്സിലാവില്ല. മഴ പെയ്യുമ്പോഴാണ് നമ്മളത് ആ കറുത്ത ഒരു ചെളി പോലത്തെ ഒരു രൂപത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ 3 സ്ഥലത്തെ മാത്രമാണ് ഞാൻ 3 പൈപ്പിൻ്റെ വെള്ളം പോകുന്ന ഭാഗത്ത് മാത്രം ഞാനത് എടുത്തിട്ടുള്ള വേസ്റ്റാണ് ഈ കിട്ടുന്നത്. ഈ ടെറസ് മുഴുവൻ ക്ലീൻ ചെയ്യുമ്പോൾ എത്ര ചാക്ക് ഇതുപോലത്തെ പൂപ്പലും വേസ്റ്റും ഇതെല്ലാം കിട്ടുമെന്ന് നമുക്ക് അറിയാം. അപ്പോൾ മഴക്കാലം വരുവാണ്. അങ്ങനെ നോക്കാത്തവർ മുകളിലോട്ട് പോവുക, ക്ലീൻ ചെയ്യുക. എല്ലാ പൈപ്പുകളും കൂടെയും വെള്ളം നല്ലപോലെ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ ചെറിയൊരു അറിവാണ്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.